ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഐലൻഡിലാണ്. നമ്മുടെ ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് നമ്മുടെ ലഗേജ് സാധനങ്ങളെല്ലാം സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണത് ഇവിടെ. ആ ഒരു ഫസ്റ്റത്തെ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയിലേക്ക് നമ്മുടെ ലഗേജൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ സ്കാനിങ്ങുള്ള മ്യൂസിക്കുണ്ട്, നവാസ്കുണ്ട്, ബസ്സിലാണ്. അങ്ങനെ നമ്മൾ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ബസ്സിൽ നേരെ മട്ടാഞ്ചേരി മാസിലേക്ക് പോകണേണ്ട. ഇപ്പം ഐലൻഡിൽ നമ്മുടെ ലക്ഷദ്വീപ് സ്കാനിങ് സെന്റർ ഇല്ലേ, അവിടെ നിന്ന് 5 മിനിറ്റത്തെ ഓട്ടം അത്രേ ഉള്ളൂ. സ്ഥലമെത്തി കിട്ടിയ കുറച്ച് പേരൊക്കെ അവിടെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഈ ഷിപ്പിൽ കയറേണ്ടവരുടെ ലഗേജും ബാഗൊക്കെ ആയിട്ട് ഇതേ വണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ വണ്ടിയും സോറി ഇതിനകത്ത് നമ്മുടെ ലഗേജും ഉണ്ടാവുമെന്ന് തോന്നുന്നു. നോക്കാം. ഇത് കണ്ട അറേബ്യൻ സീ, ഈ ഷിപ്പിലാണ് നമ്മൾ ലക്ഷദ്വീപ് പോകാൻ പോണേ കേട്ടോ. നമ്മുടെ കൂടെ നവാസ്കൻ്റെ അവിടെ കിടന്ന് വിളിക്കട്ടെ, നീ ഇതെവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. ഇതൊരു പുതിയൊരു തുടക്കമാണ്. ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം വരും. ഞാനും അങ്ങനെ വളരെ കാലത്തിന് 3 വർഷം ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ദ്വീപിൽ വരും പക്ഷെ ഇതേവരെ നടന്നിട്ടില്ല. ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിനക്ക് ഈ സാധനമൊക്കെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ, ചാൻസ് കിട്ടൂലേ. സ്പോൺസറും ഇക്കയുമുണ്ട്, നമ്മുടെ സമീറും ഉണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളും കഥകളൊക്കെ നമുക്ക് ഇനി ഷിപ്പിൽ കയറിയിട്ട് അദ്ദേഹം പോണു. എൻ്റെ കണ്ണൂർ ഞങ്ങൾ മാത്രം കയറിയിട്ടില്ല, ഞങ്ങൾ ലാസ്റ്റ് നടന്നത്. ഇക്ക നമുക്ക് പരത്തില്ലെങ്കിൽ സീറ്റ് കിട്ടുവാ. തൂങ്ങിക്കിടന്ന് പോകേണ്ടി വരുവോ? ഇതൊരു പഞ്ചാബുകാരനാണ്, യാദവ്. ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. പുള്ളി ജോലി ചെയ്യണതും എല്ലാം എവിടെ കവരത്തിയിലാണ്. കവരത്തിൽ തന്നെയാണ്, നമ്മുടെ ദ്വീപിൽ തന്നെയാണ്. പുള്ളിക്കാരനെ കാണായിരുന്നു. നിങ്ങൾക്ക് എന്താ ബ്ലാക്ക് ടീ ആണ് ചായ? സോറി, പിന്നെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. മട്ടനോ ചായയോ? മിസ്റ്റർ ഹക്കാം, ഈ ഷിപ്പിന്റെ ക്യാൻറ്റീൻ മാനേജറാണ്. നമ്മളെ ഇനി അങ്ങോട്ട് നോക്കേണ്ട ആളാണ്. ഹലോ, എൻ്റെ പേര് ഹക്കീം. അങ്ങനെ നമ്മുടെ നവാസ്ക അങ്ങനെ ഷിപ്പിൽ കയറിയിട്ടാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് കയറാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ ഞാനും പോണേ. ടാറ്റാ ബൈ ബൈ കൊച്ചി. അടുത്ത് നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതാണ് ഇനി അടുത്ത ടാസ്ക്. 39 അല്ലേ? 39 അല്ലേ? ഇതാണ് അപ്പോൾ നമ്മുടെ സീറ്റ്. ആരും പിന്നെ എടുത്തിട്ട് പോകില്ല, അതൊട്ട് കുഴപ്പമില്ല. ഇതേപോലെ എല്ലാം അടുത്ത് കിട്ടിട്ടാ. എല്ലാരും പറയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഷിപ്പിൽ പോണത്. ബൈയുടെ ആളുകളല്ല ആ സമയം കൊണ്ട് മലയാളം പഠിച്ചു. നമ്മുടെ മുനീർ പടിയുടെ നോക്കിയിട്ട് വരാം. സോറി, മുനീറല്ല, അമീർ മാറി. ഈ സെറ്റ് സ്വസ്ഥമായിട്ടൊരു സ്ഥലം കിട്ടിയില്ല. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടുത്തെ ആളെ അവിടെ വിട്ടിട്ട് ഇവിടെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. ഓക്കെ. അപ്പൊ ഞാൻ സീറ്റിനായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എവിടെ വന്നത്? ഈ ടക്ക് ബോട്ടാണ്ടോ നമ്മുടെ ഷിപ്പിനെ വലിച്ച് പുറത്തേക്ക് പോകുന്നത്.
പറയുമ്പോൾ നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷിപ്പിന്റെ ടഗ് ബോട്ടാണ് ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടത്. ഇക്കര കാണാനില്ല, ഇക്ക എവിടെ പോയെന്നൊരു പിടിയില്ല. ഇവിടെ ഉണ്ട് ഷിപ്പിൽ, നോക്കാം നമുക്ക്. നമ്മൾ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വളച്ചിട്ട് അത് പുറത്തേക്ക് ഇറങ്ങുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. ഇത് പൈലറ്റ് കൊണ്ട് പറഞ്ഞിട്ടാ എനിക്ക് തോന്നുന്നു മറ്റേ ക്യാപ്റ്റൻ ചേഞ്ച് ആവണ സീനാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇയാളിറങ്ങണ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളത് ആരുടെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഷിപ്പൊക്കെ വിട്ടിട്ട് നമ്മുടെ ടീമിനൊന്നും കാണാനല്ല കേട്ടോ. ഇതിനകത്ത് മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഇടക്കിടക്ക് കാണാൻ പോകും. അതാണ് ഇതാണ് നമ്മുടെ സ്വന്തം ദ്വീപ്, വൈപ്പിൻ ദ്വീപ്. ജനിച്ചൊക്കെ നമ്മുടെ മട്ടാഞ്ചേരിയിലും വളർന്നതെല്ലാം നമ്മുടെ വൈപ്പിലായിരുന്നത്. മട്ടാഞ്ചേരി ആശുപത്രിയിലായിരുന്നത്. പറഞ്ഞു വരുമ്പോൾ ഞാനൊരു ദ്വീപുകാരനാണ്. നമ്മുടെ റോറോറിന് അവിടെ കിടക്കുന്നുണ്ട്. ഇതുണ്ടോ നമ്മുടെ ഹണി ബീലൊക്കെ പറയില്ലേ, മറ്റേ ആ ബോയയുടെ അവിടെ ഞാനുണ്ടെന്ന് പറയില്ലേ, ആ ബോയാണ് ഈ ബോയ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടോ അതെ ഷിപ്പിന്റെ സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട്. നല്ല കലക്ക സ്പീഡിലാണ് ഇപ്പൊ പോണ സാധനം. പോണേ ഇതാന്ന് പറയണതിന് മുമ്പ് തന്നെ പെട്ടെന്ന് സദ്യയായിട്ടാണ്. എല്ലാവരും പതിവ് ഓരോ ചെറിയ മയക്കത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാനപ്പോൾ പുറത്തേക്കൊക്കെ പോയി സൺസെറ്റ് കാണാനാന്ന് പറഞ്ഞിട്ട് എങ്ങനെ അറിയാം. സൺസെറ്റ് നൈസായിട്ട് കഴിഞ്ഞിട്ടോ. നമ്മ ഷിപ്പിന്റെ അപ്പർ ഡെക്കിലെത്തി. നമ്മ ഇങ്ങനെ നോക്കുമ്പോഴേക്കും വലിയ സ്പീഡൊന്നും തോന്നുന്നില്ല കേട്ടോ, പക്ഷെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അത് നമുക്കറിയണമെങ്കിൽ ഈ തിര നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നൈസായിട്ട് ചിക്കൻ ബിരിയാണി റെഡി ആയെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഒക്കെ അങ്ങനെ ഇവിടുന്ന് കുറച്ച് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ടോ. പേരെന്ന് വെച്ചാൽ കേട്ടില്ല. അസൂർ പേര് ചാറ്, വെജ് സാലഡ്, അത്രേ ഉള്ളൂ. ഇതാണ്ട് നമ്മുടെ ഷിപ്പിന്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നോക്കി പരിസരത്ത് പോലും ഒരു കുഞ്ഞോലുമില്ല. ഇനിയിപ്പോൾ വല്ല റോസ് വല്ല ജീവിതം എടുത്തിട്ട് വല്ല കടലിൽ ചാടാൻ നിൽക്കണമെങ്കിൽ രക്ഷിക്കാന്ന് ഓർത്ത് റോസ് പോയിട്ട് അവിടെ ഒരു ചാളമേരിനെ പോലും കണ്ടില്ല. അങ്ങനെ നൈസായിട്ട് ഞാൻ നേരം വെളുത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. നേരം അങ്ങനെ നൈസായിട്ട് പരപരാന്ന് വെളുത്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഷിപ്പ് കവരത്തി എത്തി വച്ചാറേ. കവരത്തി എത്തി കണ്ടോരെ. നമ്മ കപ്പലിറങ്ങാൻ പോണ ഈസ്റ്റ് ചെട്ടിയിലാണ്ട കവരത്തി. ലൈറ്റ് ഹൗസ് ഉണ്ടാ. ഷിപ്പിൽ വെച്ച് പരിചയപ്പെട്ടാണ് റസാക്കുക. പുള്ളിക്കാരൻ നമ്മളെ പോലെ തന്നെ ചെറുതാനാണ്.